ഇന്ത്യൻ റെയിൽവേയുടെ ഡബിൾ ഡെക്കർ ട്രെയിൻ കേരളത്തിൽ കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണയോട്ടം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ട്രെയിൻ പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ എത്തിയിരുന്നു. നേരത്തെ പാലക്കാട് നിഖിൽ പരമേശ്വരൻ നൽകിയ വിശദാംശങ്ങൾ. നിഖിൽ, ഈ ഡബിൾ ഡെക്കർ എന്നൊരു ആശയം അത് എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്? അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയായിരിക്കും? എന്താണ് അതിന്റെ പ്രത്യേകതകൾ? പ്രജിൻ, പാലക്കാട്ടുകാർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു ട്രെയിൻ തന്നെയായിരിക്കും. അവർക്ക് ഒരു പുതിയ യാത്രാനുഭവം സമ്മാനിക്കുന്നതിനൊപ്പം യാത്രകൾ കൂടുതൽ സുഖകരമാക്കുന്ന ഒരു ട്രെയിൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ പരീക്ഷണ ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം സമയമായി വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ. ഇപ്പോൾ ട്രെയിൻ എത്തുക സ്വാഭാവികമായിട്ട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ ട്രെയിൻ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ രീതികൾ, അവിടേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ റെയിൽവേ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ഇത് ഓരോ പ്ലാറ്റ്ഫോമുകളിലൂടെയും കയറിയിറങ്ങുകയാണ്. ആദ്യം പ്ലാറ്റ്ഫോം 5-ലാണ് ഈ ഒലവക്കോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ പ്ലാറ്റ്ഫോം 5-ലാണ് എത്തിയിരുന്നത്. പിന്നീട് ഇപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമുകളിലേക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റുകളൊക്കെ അങ്ങനെ ഭയങ്കര വന്ദേ ഭാരതൊക്കെ പോലെ ഏറ്റവും മനോഹരമായ സീറ്റുകളെന്നൊന്നും പറയാനില്ല. ഞാനിപ്പോൾ ഉള്ളത് മുകളിലത്തെ ഡെക്കിലാണ്. അവിടുത്തെ ചെയർ കാറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AC കമ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ ഒരു സുഖാനുഭവം ആളുകൾക്കുണ്ടാകും. ഇതിനുശേഷം നമുക്ക് താഴേക്ക് ഇറങ്ങി വരാം. രണ്ട് തരത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭംഗിയുള്ള കാഴ്ച മുകളിലിരിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അല്പം ബോറടിക്കുകയാണെങ്കിൽ വേണം മുകളിലേക്ക് മാറി ഒന്ന് കാണാവുന്നതാണ് കാഴ്ചകൾ. ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേഷനുകളിലേക്കും പ്ലാറ്റ്ഫോമുകളിലേക്കും ഒക്കെ പ്രവേശിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒലവക്കോട്ടേക്ക് എത്തിയതിനു ശേഷം തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള യാത്ര പൂർത്തിയായി കഴിഞ്ഞു. ഇത് പാലക്കാട്ടുകാർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കിനി താഴത്തെ ഭാഗത്തേക്ക് കൂടി ഒന്ന് ഇറങ്ങി നോക്കാം. ഇത് കേരളത്തിലേക്ക് കൂടി നീട്ടുകയാണ് ഈ ട്രെയിൻ. അപ്പോൾ നമുക്കറിയാം, കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സൗകര്യം എത്തിച്ചേരുന്നത്. ഇന്ന് ഏതാണ്ട് 11:05-നാണ് ഒലവക്കോട്ടേക്ക് എത്തിച്ചേർന്നത് ട്രെയിന്. അതിനുശേഷം ഈ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താഴത്തെ ഭാഗമാണ്. 2 ഭാഗങ്ങളാണ്, മുകളിലും താഴെയുമായിട്ട് ചെയർക്കാറുകളാണ് ഉള്ളത്. ഇപ്പോൾ ഈ യാത്രയിൽ ഇനിയിപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഒക്കെ മാത്രമേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ എപ്പോഴായിരിക്കും ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള രൂപം ആയിട്ടില്ല. പൊള്ളാച്ചി വഴിയായിരിക്കുമെന്ന് ഇതിനോടകം തന്നെ റെയിൽവേ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഏത് സമയക്രമമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ഈ ഉദയ് എക്സ്പ്രസിന് യാത്രയില്ല. അതുകൊണ്ടാണ് ബുധനാഴ്ച തന്നെ ഈ ട്രയൽ ഓട്ടത്തിന് തിരഞ്ഞെടുത്തത്. ഇനി കോയമ്പത്തൂരിലാണ് ഈ യാത്ര അവസാനിക്കുക. അതിനുശേഷം യാത്രക്കാരുമായി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള യാത്രകൾ ആരംഭിക്കും. പ്രജിൻ, ശരി. നിഖിൽ പരമേശ്വരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യൻ റെയിൽവേയുടെ ഡബിൾ ഡെക്കർ ട്രെയിൻ കേരളത്തിൽ എത്തുന്നു. അതിന്റെ പരീക്ഷണോട്ടം നടക്കുകയാണ്. ആ ട്രെയിനിൽ നിന്നാണ് നിഖിൽ പരമേശ്വരൻ തത്സമയ വിവരങ്ങൾ.